ഹലോ, ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ്. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഫെബ് 14 ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന ഇന്നൊരു സ്പെഷ്യൽ പ്ലേസിലേക്ക് പോവാന്നാണ്. നമ്മൾ എവിടെയാണ് പോകുന്നത്? ഇന്ന് നമ്മൾ ലാസ്റ്റ് എക്സിറ്റ് കവാനീസ്. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് പ്രോമിസ് ബ്രിഡ്ജ് ആണ്. പോയിട്ടില്ല, ലോക്കൊക്കെ ഇട്ടിട്ട് ലോക്കാക്കാനുണ്ട്. അപ്പോ എന്തായാലും നമ്മള് അവിടെ ചെല്ലട്ടെ. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ. എന്നിട്ട് എന്തൊക്കെ അപ്പോ നമ്മളെന്താ പറഞ്ഞ വാലന്റൈൻസ് ഡേ. അപ്പോ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു എന്താ പറയാ ഇന്ന ഡേ വേണമെന്നില്ല അല്ലേ, നമ്മുടെ ലവ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. ആക്ച്വലി ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും സ്പെഷ്യൽ ഡേ ആണ്. അതെ, നമ്മൾ അത്ര എന്താ പറയാ അങ്ങനെ ഒരു ഡേ വന്നുകൊണ്ട് ചിലർ അത് സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് എന്നും സ്പെഷ്യൽ ഡേ. ലവ് എന്ന് വെച്ചാ എന്നും ഡിവൈൻ ആണല്ലേ. എക്സ്പ്രസ് ചെയ്യുന്ന വേ മാറിയിട്ടുണ്ട്. ഓ, ഞങ്ങളിത് അവിടെ എത്തി. നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. കേറാൻ പോവാണ് ഉള്ളിലേക്ക്. നൈസ് സ്പോട്ടുകളാണ് കേട്ടോ ഇവിടെ. ഒരുപാട് നല്ല ഏരിയാസ്. മിറാഷിന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് അവര് ഡിസൈൻ ചെയ്തതാണ് മിറാഷ്. നമ്മളിപ്പോ ആദ്യം ഉണ്ടാകുന്ന നമ്മള് പ്രോമിസ് ബ്രിഡ്ജിന്റെ അവിടെ പോവാ. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അല്ലേ. ഒരുപാട് പേർക്ക് അറിയാവുന്ന സ്ഥലമാണ്. ദുബായിലുള്ളവർക്ക് ഒരുപാട് പേർക്ക് അറിയാമെങ്കിൽ പോലും അറിയാത്തവർക്കൊരു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. സംഭവം അല്ലേ. അപ്പോൾ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നെദൂസിന് അറിയില്ല. ഞാൻ നെദൂസിന് സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അവൾക്ക് അറിയില്ല. അവളവിടെ നിൽക്കുന്നുണ്ട്. നീ ജാക്കറ്റ് എടുത്തു വാ. അപ്പോൾ അവളത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആളത് എവിടെ നിൽക്കുന്നു? വാ, നല്ല തണുപ്പിടെ, നല്ല തണുപ്പുണ്ട് ഇവിടെ. നമ്മൾ ആദ്യം പ്രോമിസ് ബ്രിഡ്ജിനോട് പോയിട്ട് എന്തായാലും ഓക്കെയാണ്. സർപ്രൈസ് അല്ല അത്. ഇല്ല, അത് സർപ്രൈസ് അല്ല. ഇതെല്ലാവർക്കും അറിയുന്ന സർപ്രൈസ് അല്ല. എന്തിന് സ്ക്രിപ്റ്റ് ഇങ്ങനെയല്ല എഴുതിയത്. വായോ നേദൂസ്, വാ നേദൂസ, ഇങ്ങോട്ട് വാ. വായോ അവളെ പുതി ഈ സാധനം സർപ്രൈസ് ഗിഫ്റ്റ് എന്നല്ല. പക്ഷെ ഞാൻ വേറെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാ. ഒരുപാട് ലോക്സ് ഉണ്ട് കേട്ടോ. ഫുൾ എല്ലാവരും ഇവിടെ വന്നിട്ട് പേര് എഴുതിയിട്ട് ആരൊക്കെയോ ലോക്കാക്കി പോയിട്ടുണ്ട്. ലോക്കാക്കിട്ട് കീ ഇതിലേക്ക് വെള്ളത്തിലേക്ക് എറിയാണ്. അതാണ് ഇതിന്റെ ഒരു സംഭവം. ആക്ച്വലി ഇതിന്റെ മെയിൻ ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്താന്ന് വെച്ചാൽ മേ ബി എന്താ പറയാ, നമ്മൾ ബ്രേക്കപ്പ് ആവാണ്ട് റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് ആണോ അതോ ബ്രേക്കപ്പ് ആവാണ്ടാണോ എന്താ സംഭവം? ആക്ച്വലി അറിയോ, ബ്രേക്കപ്പ് ആവാണ്ട് അതൊരു ഓരോരുത്തർ വിശ്വാസം പോലെ. ബ്രേക്കപ്പ് ആവാണ്ട് ഇങ്ങനെ കാലാകാലം ഈ ലൈഫ് ലോക്കായിട്ട് പോവാൻ. എന്തായാലും സാധനം ഒരാളോട് നിക്കണ കണ്ടോ? ഇതാരവിടെ അടിപൊളി ലോക്ക്.
തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലും ഇങ്ങനെയാണ്. ഇതില് കൊറേ ചാവി ഉണ്ടാവുമല്ലോ. അപ്പൊ ഫോൺ വരണ്ടാട്ടോ. മറ്റേ സൈഡിലുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ളായിട്ട് അവിടെയും അതേപോലെ ഉണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് ഈ ഭാഗത്ത് ഫുള്ളായിട്ടുണ്ട്. 2 ബ്രിഡ്ജ് ഉണ്ട്. കഴിഞ്ഞാൽ എല്ലാരെയും ലോക്ക് ആക്കണം. പക്ഷെ അതല്ല ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടു. പക്ഷെ അതിന് 2 പാർട്ട് ഇട്ടുണ്ടായിരുന്നു. ടിക്ടോക്കിലെ കണ്ട്. ആദ്യം ഒരുത്തിന് അവൻ വന്ന എൻ്റെ ഗേൾഫ്രണ്ട് വണ്ടിയിട്ട്, അവന് നാട്ടിലാണ് എൻ്റെ ഗേൾഫ്രണ്ട്. പക്ഷെ അവൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ അവളെ പേരൊക്കെ എഴുതിയിട്ട് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് അവന് കീ വലിച്ചെറിഞ്ഞു. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ട് വീഡിയോ എടുത്ത് അവളവനെ തേച്ച് ഇത് അവന് ഈ ഷോക്ക് അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. പക്ഷേ അതൊരു ഇതാണ് ചിലർ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒരു ട്രെൻഡ് പറയുമ്പോൾ തിരിഞ്ഞായിട്ടാ, അല്ലാണ്ട് തിരിഞ്ഞു സെറ്റാക്കി കൊളാക്കി പിന്നെ ഷോട്ട് എടുക്കാൻ വയ്യായിട്ടാ. അപ്പോൾ ഞാനേ അവിടെ നെദൂസിനോടൊരു കാര്യം പറഞ്ഞ് പ്ലാൻ സെറ്റ് ചെയ്ത് അവരോട് പറഞ്ഞ് തിരിഞ്ഞ് നോക്കരുത് പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്തിക്കും. ഒരു നല്ലൊരു വീഡിയോൻ്റെ ഷോട്ട് എടുക്കാണ്ട് എനിക്കത് ഇനി ഒന്നും കൂടെ എടുക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പിടിച്ച് നിർത്തിക്കും. അപ്പോൾ സർപ്രൈസ് സാധനം ഇതാ, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ലോക്ക് നമുക്കിത് കഴിഞ്ഞിട്ട് ലോക്കാക്കാം. ചെറിയൊരു ഗിഫ്റ്റ്. ഇതിലാദ്യം മിഠായി തിന്നിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യും. My favorite chocolate ആണ് KitKat. സത്യമായിട്ട് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. ഞാൻ എന്താ പറയുക, എനിക്കെന്തോ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്, അത് കൊളാക്കല്ലേ അവിടെ ഒതുങ്ങി നിൽക്കുക പറഞ്ഞിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് പോയതാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. എൻ്റെ കിറ്റ്കാറ്റിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നിൽക്കാം.
അയ്യോ ഞങ്ങളിതാ ലോക്ക് എഴുതിയിട്ട് പേരെഴുതി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇനി തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്.
അപ്പോൾ ഞങ്ങളിതാ പോയോണ്ടിരിക്കുകയാണ്. ദിവസേ ആക്ച്വലി ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ് ഈ വാലന്റൈൻസ് ഡേ? ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഇക്കൊക്കെ ഈ വാലന്റൈൻ ആരാന്നറിയോ? എന്തൊക്കെയോ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് അറിയാം ഇതിനെ കുറിച്ചിട്ട്, ഡീപ്പായിട്ട് അത് അതായത് AD 270 എന്താ പറയാ വാലന്റൈൻ പറഞ്ഞിട്ട് ഒരാള് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമില് എന്താ പറയാ ഈ സൈന്യത്തിലുള്ള ആളുകളൊക്കെ ഈ വിവാഹം കഴിക്കരുത് എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. അതായത് ഗ്ലാഡിസ് ചക്രവർത്തിയാണ് ഇങ്ങനെ ഈ വിവാഹം നിരോധിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ മൂപ്പർ എന്ത് ചെയ്തറിയോ, ഈ വാലന്റൈൻ പറഞ്ഞ ആള് കുറേ ചെറുപ്പക്കാരുടെ അതായത് വിവാഹമൊക്കെ നടത്തിയിരുന്നു. അതായത് ആരും അറിയാണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഫുള്ള് സഫലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതറിഞ്ഞിട്ട് ഈ ചക്രവർത്തി എന്ത് ചെയ്തറിയോ, ഈ വാലന്റൈനെ മീൻസ് തടവ് ശിക്ഷക്ക് വിധിച്ചു. അതായത് ഈ വാലന്റൈനെ മൂപ്പരാണല്ലോ ഈ എന്തൊക്കെ രഹസ്യമായിട്ട് ചെയ്തത്. അപ്പോൾ ജയിലിലായ ടൈമിൽ എന്ത് ചെയ്തറിയോ, അവിടുത്തെ ഈ ജയിൽ വാർഡന്റെ കണ്ണ് കാണാത്തൊരു മകളുണ്ടായിരുന്നു. അപ്പോൾ വാലന്റൈന് മൂപ്പരായിട്ട് ഇഷ്ടത്തിലായി, ഈ മകളായിട്ട് ഇഷ്ടത്തിലായി. അപ്പം മൂപ്പരുടെ പ്രണയത്തിന്റെ ഒരു ശക്തി കാരണം എന്ത് ചെയ്തു, മകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി എന്നാണ് പറയണത്. അങ്ങനെ എന്ത് ചെയ്തു, രാജാവ് മൂപ്പരെ തല വെട്ടാനുള്ള ഒരു ഓർഡർ കൊടുത്തു. അങ്ങനെ മരണത്തിന്റെ മുന്നേ അവരൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ വാലന്റൈൻ ഫ്രം യോഴ്സ് വാലന്റൈൻ പറഞ്ഞിട്ടൊരു ലെറ്റർ ഇവർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ സംഭവം. അതെ അതെ അതെ. ചിലർക്ക് ഡീപ്പായിട്ട് തന്നെ എല്ലാവർക്കും അറിയുന്നു. അപ്പൊ നമുക്ക് എന്താ നിർത്തല്ലേ? ഇപ്പോ മനസ്സിൽ പ്രണയം നഷ്ടപ്പെടാതെ എല്ലാവർക്കും നമ്മുടെ ഒരു ബെസ്റ്റ് വിഷസ് പറയാം അല്ലേ? അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, അപ്പൊ വീണ്ടും ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് തിരിച്ചു വരാം. നല്ലൊരു അതെ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇനി പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ.